നമസ്കാരം. വി ഡി സതീശൻ സർക്കാർ അധികാരമേറ്റ് എല്ലാം സുഗമമായി വളരെ നല്ല പ്രഖ്യാപനങ്ങളും ഒക്കെ വന്ന് മുന്നേറുകയാണ്. വളരെ നല്ലത്. എന്നാൽ ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് ആണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്തു തന്നെ ആയാലും നല്ലത് തന്നെ. ഔക്കാദർ കുട്ടിനഹായെ പോലെ പരിണിതപ്രജ്ഞരായ നിയമസഭാ സാമാജികർ, അദ്ദേഹം മന്ത്രിയായിരുന്നു, ഫിഷറീസ് മന്ത്രിയായിരുന്നിട്ടുണ്ട്. കെ വി തോമസ്, കെ ബാബു, അതുപോലെ തന്നെ സജി ചെറിയാൻ. ഇപ്പൊ കടലറിയുന്നവർ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ ആരൊക്കെ കൈകാര്യം ചെയ്തെങ്കിലും ഫിഷറീസ് വകുപ്പും കടലും മത്സ്യത്തൊഴിലാളികളുടെയും സ്ഥിതി പരിതാപകരം തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ കടൽ മത്സ്യബന്ധനം നടത്തുന്നവരുടെയും അതിനോടനുബന്ധ വ്യവസായങ്ങൾ നടത്തുന്നവരുടെയും അവസ്ഥ ഒരു വല്ലാത്ത സ്ഥിതിയാണ്. കാരണം ഇതിനൊരു അടുക്കും ചിട്ടയും ഇല്ലാതായിരിക്കും. കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ വിഴിഞ്ഞം വരെ ഉള്ള തീരമേഖലകളിൽ മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾ ഒരു ആരുടെയും ഒരു നിയന്ത്രണമില്ലാത്ത മത്സ്യബന്ധനമാണ് ഇപ്പോൾ നമ്മുടെ കടലിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇതുപോലെ ഗുരുതരമായ, അതായത് ഈ മുതലപ്പൊഴി, പിന്നെ വടക്കോട്ട് ഉള്ള കടൽക്ഷോഭങ്ങൾ, വിഴിഞ്ഞം വന്നതിനോടനുബന്ധിച്ചിട്ടുള്ള തീരശോഷണങ്ങൾ, അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട് ഈ വകുപ്പിൽ. അപ്പം ഇതിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത്, ഇതിനെയൊക്കെ ശരിപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ദുർഘടമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണം മത്സ്യബന്ധന മേഖലയെ ഏത് രീതിയിലാക്കി തീർത്തു എന്ന് ആ മേഖലയിലേക്ക് ചെന്നാലേ മനസ്സിലാവൂ. നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മാരിടൈം മേഖലയിൽ 17 ചെറിയ തുറമുഖങ്ങളും അതിനോടനുബന്ധിച്ചവയും വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നു. ഇങ്ങനെ ഈ മേഖല ആകെ ഒരു കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. ഇപ്പം മത്സ്യബന്ധനത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകൾ അവരുടെ നിലനിൽപ്പിനായി പൊരുതുകയാണ്. സാധാരണ ഭയങ്കരമായ ഒരു ക്യാച്ചിങ് കിട്ടുന്ന നിരോധനത്തിന് മുൻപുള്ള, ട്രോളിംഗ് നിരോധനത്തിന് മുൻപുള്ള ഒരു കാലയളവാണിത്. ഈ കാലയളവിൽ ഇപ്പോൾ അവർ യഥാർത്ഥത്തിൽ പിടിക്കുന്നത് ഈ ഉൾക്കടലിൽ നിന്നും, ഈ കടലിൽ നിന്ന് ഒറിഗ എന്ന് പറയുന്ന മത്സ്യം അത് ബൈക്കാച്ചസ് ആണ്. അത് ടൺ കണക്കിന് ഉൾക്കടലിലുണ്ട് എന്നും CMFRIയുടെ അനുമതിയുള്ള കൊണ്ടാണ് ഇത് പിടിക്കുന്നതെന്നുമാണ് ഇവർ പറയുന്നത്. ഇത് ആലപ്പാടും മുനമ്പത്തും ഇവിടെയൊക്കെ അത് പിടിക്കുന്നുണ്ട്. പക്ഷേ ഇത് വാളയുടെ ചെറിയ രൂപമാണ്, അതിനോടൊപ്പം ചെറിയ ചെറിയ മത്സ്യങ്ങളുമുണ്ട്. അപ്പം ഇത് ഒരു വലിയ ബോട്ടിൽ 45 ടൺ എന്ന് പറഞ്ഞാൽ 4.5 ലക്ഷം കിലോ സാധനമാണ് ഇത് കരയിലേക്ക് വരുന്നത്. അപ്പം ഇതിങ്ങനെ കടലിൽ നിന്നും ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് വന്നാൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്നും, ഇതിൻ്റെ ഭാവിയിൽ എന്താണ് നമ്മുടെ കടലിന് സംഭവിക്കുന്നത്, ഇത് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാണ്. പക്ഷേ ഇതിന് വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ മറ്റു മത്സ്യങ്ങൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷേ ഒരുപാട് മത്സ്യങ്ങളുടെ വംശനാശം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പാരിസ്ഥിതികമായ വിഷയങ്ങളാണ്. അത്തരം വിഷയങ്ങളിലേക്ക് നമ്മൾ കടക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ സാധാരണ ട്രോളിംഗ് നിരോധനത്തിന് മുൻപ് നമ്മുടെ കൃത്യമായി പോകുന്ന മത്സ്യബന്ധന ബോട്ടുകൾക്ക് അല്ലെങ്കിൽ വള്ളങ്ങൾക്ക് ഒരു തരാതരം പോലെയുള്ള ക്യാച്ചിങ് കിട്ടുന്നതാണ്. പൂവാലൻ, അതുപോലെ തന്നെ നല്ല മത്സ്യങ്ങൾ, പരവ, അങ്ങനെയുള്ള മീനുകളൊക്കെ കിട്ടുന്ന ഒരു സമയമാണിത്. അപ്പോൾ പക്ഷേ അതൊന്നും ഇങ്ങനെ നമ്മുടെ തീരത്ത് ഈ മെയ് മാസത്തിൻ്റെ മധ്യത്തോടെത്തിയിട്ടും അതൊന്നും കാണപ്പെടുന്നില്ല. അപ്പോൾ ഇത് എന്താണ് ഈ സംഭവിക്കുന്നത്? ഓവർ ഫിഷിംഗ് ആണോ? ഇതിനൊരു ക്രമവും ഇതിനൊരു നിയന്ത്രണവും ഇല്ലാത്തതാണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. കാരണം ഇതിനു മുൻപുള്ള സർക്കാർ തീരപരിപാലന നിയമം, പിന്നെ ഹാർബറിന്റെ നിയമങ്ങൾ, ഒരു പുതിയ നിയമങ്ങൾ തന്നെ നിർമ്മിച്ചു. ആ നിയമങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ അത്തരം നിയമങ്ങൾ നടപ്പിലാക്കേണ്ടുന്നതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അതൊക്കെ മത്സ്യത്തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ആലോചിച്ച് നടപ്പിലാക്കാത്തതിൻ്റെ പോരായ്മകളൊക്കെ ഇപ്പോൾ അത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പുനർവിചിന്തനം നടത്തുകയും ഈ മേഖലയെ കൃത്യമായി നിർവചിച്ച് വേണ്ട രീതിയിൽ കാര്യങ്ങൾ പരിപാലിച്ചില്ലെങ്കിൽ ഇത് ഗുരുതരമായൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. കാരണം ഇപ്പോൾ മുതലപ്പൊഴി ആ മേഖലയിലുള്ള ആൾക്കാർ ഒരു കാലഘട്ടത്തിൽ സമരം ചെയ്താണ് അവിടെ ഞങ്ങൾക്ക് ഹാർബർ വേണം എന്ന് പറഞ്ഞ് സമരം ചെയ്ത് നേടിയെടുത്ത ഹാർബറാണ്. എന്നാൽ ഇപ്പോൾ അവർക്ക് ഈ ഹാർബർ വേണ്ട. അവിടെ 80ഓളം ആൾക്കാർ മരിച്ചു. ഒരിക്കലും ഒരു ഫിഷിംഗ് ഹാർബർ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് വാട്ടർ സംവിധാനം ഫലവത്താകാത്ത ഒരു മേഖലയാണ് മുതലപ്പൊഴി. യഥാർത്ഥത്തിൽ അത് അടച്ചു കളയുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും വലിയ പോംവഴി.
പക്ഷേ ഇപ്പോൾ പൂനെയിലെയും അതുപോലെയുള്ള വലിയ വലിയ IIT ഏജൻസികൾ പഠനം നടത്തി വീണ്ടും പുലിമുട്ടിട്ട് പോയിക്കൊണ്ടിരുന്നാൽ അഞ്ചുതെങ്ങ്, മാമ്പള്ളി, വർക്കല വരെയുള്ള തീരങ്ങൾ ഇല്ലാതായി. അവിടെ അപകടങ്ങൾ പതിവായി. ഈ മൺസൂൺ കാലത്ത് ബോട്ടുകൾക്ക് ആ പുലിമുട്ടിനുള്ളിലൂടെ കടന്നു വരാൻ പറ്റാത്ത സ്ഥിതി. അതുകൊണ്ട് അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും വലിയ പോംവഴി എന്നാണ് കടലറിയുന്ന അല്ലെങ്കിൽ മത്സ്യമേഖലയെ കുറിച്ച് അറിയുന്ന വിദഗ്ധർ പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു പുനരാലോചന നടത്തേണ്ടതിന്റെ ബാധ്യത ഈ സർക്കാരിനുണ്ട്. ഇപ്പോൾ വലിയ പദ്ധതിയും കോടിക്കണക്കിന് രൂപയും കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിരിക്കുകയാണ്. പക്ഷെ ഇത് ഫലവത്തല്ല. കാര്യം ഒരു പ്രകൃതിദത്തമായ ഒരു പുലിമുട്ടിനുള്ള സാധ്യത മുതലപ്പുഴയിലില്ല. ഈ സന്ദർഭത്തിലാണ് പുതിയ ഒരു ഫിഷറീസ് മന്ത്രിക്ക് വേണ്ടി കടലറിയുന്ന അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളെ അറിയുന്ന, ഈ മേഖല അറിയുന്ന ഒരു മന്ത്രി വേണം എന്നുള്ള ആവശ്യം തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയും മുന്നോട്ട് വെച്ചിരിക്കുന്നു. എന്തു തന്നെയായാലും ഇത് കടലറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇവിടുത്തെ വിഷയങ്ങൾ ഇതൊക്കെയാണ്. ഇത് മനസ്സിലാക്കി ദൂരക്കാഴ്ചയോടുകൂടി ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ ഈ സർക്കാരിലുണ്ട്. അത് ചെയ്യണം, അതിലേക്കാണ് പോകേണ്ടത്. അത് വളരെ സൂക്ഷ്മമായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ വിപത്തിലേക്ക് നമ്മുടെ തീരമേഖല, കേരളത്തിന്റെ തെക്ക് വടക്ക് കിടക്കുന്ന തീരമേഖല നേരിടുന്ന പ്രശ്നം വീണ്ടും ഗുരുതരമാകും, അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. അതിന് പുറമെയാണ് മാരിടൈം മേഖല. വിഴിഞ്ഞത്തിനോടനുബന്ധിച്ച് കിടക്കുന്ന 17 21 മൈനർ തുറമുഖങ്ങൾ, ആ തുറമുഖങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രദേശങ്ങളൊക്കെ കഴിഞ്ഞ സർക്കാർ മാരിടൈം ബോർഡ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. സ്വകാര്യ മേഖലയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. റവന്യൂ അധികൃതർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടും അതിനെ മറികടന്നുകൊണ്ട് അവർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പുനഃപരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുക.